ഹലോ, ഇന്ന് നമുക്ക് പഴം ബ്രെഡും മുട്ടയും വെച്ചിട്ടൊരു സ്നാക്ക് കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഇതാ പഴം ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ടയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബ്രെഡ് നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ നല്ല പഴുത്ത പഴമായതുകൊണ്ടാട്ടോ നേരിട്ട് മുട്ടയ്ക്ക് ഇട്ട് കൊടുത്തത്. ഇനി അധികം പഴുക്കാത്ത പഴമെന്നുണ്ടെങ്കിൽ നെയ്യിലൊന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ഞാൻ അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇതാ നമുക്ക് മിക്സ് ഇതിലേക്ക് കുറച്ച് വെച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതാ ഈ മുട്ടയ്ക്ക് വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഒഴിക്കാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ മധുരമല്ല ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടി കരിഞ്ഞ് പോവാതെ നോക്കണം. അതിനിതാ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ട് അത് ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണേ. കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എന്തായാലും അവർക്കൊക്കെ ഇഷ്ടമാവും. ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക. അതിനെന്താ എല്ലാം നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളത്തെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ചെറുതായിട്ട് ഹണിയൊക്കെ ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.